നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ആരംഭിക്കാൻ പോകുന്നു. നമ്മൾ ഓരോ ടീമുകളുടെയും സ്ക്വാഡ് അനാലിസിസ് വിശദമായി ചെയ്തൊരു വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൂ ഈസ് ഔട്ട്, ഹൂ ഈസ് ഇൻ ഡൗട്ട് എന്നുള്ള വീഡിയോ സീരീസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ CSK കുറിച്ച് സംസാരിച്ചു. ഇതാ ഉദ്ഘാടന മത്സരം കളിക്കാൻ പോകുന്ന നിലവിലെ ചാമ്പ്യന്മാരായ RCB സ്ക്വാഡിനെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ആരാണ് ഇപ്പോൾ സ്ക്വാഡിൽ നിന്ന് പുറത്തായിരിക്കുന്നത്, ആരാണ് സ്ക്വാഡിൽ നിന്ന് കളിക്കുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്നത്, ഈ കാര്യങ്ങൾ നോക്കുകയാണ്. ഏറ്റവും പുതിയ വിവരപ്രകാരം കഴിഞ്ഞ ദിവസം RCB കൺഫേം ചെയ്തു, യാഷ് ദയാൽ സ്ക്വാഡിൽ നിന്ന് പുറത്താണ്. RCB കൺഫേംഡ് ഓൺ ട്യൂസ്ഡേ ദാറ്റ് ദയാൽ who has not been present at their pre-season training is out for the duration of IPL 2026. ഇന്നലെ അക്കാര്യം അവർ കൺഫേം ചെയ്തതാണ്. എന്താണ് കാര്യം എന്നവർ പറയുകയുണ്ടായില്ല. പേഴ്സണൽ സിറ്റുവേഷൻ കാരണമാണ് എന്നാണ് പറഞ്ഞത്. അതിപ്പം പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ആ കേസും കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വീണ്ടും നമ്മളതിലേക്ക് പോകുന്നതിൽ വിശദമായിട്ട് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാഷ് ദയാൽ ഈസ് ഔട്ട്. ദെൻ ഹൂ ഈസ് ഇൻ ഡൗട്ട് എന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും അറിയാം, ജോഷ് ഹേസൽവുഡാണ്. ജോഷ് ഹേസൽവുഡ് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കളിക്കില്ല. IPLൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം കളിക്കില്ല എന്നാണ് വിവരം. നമ്മൾ നേരത്തെ ആ കാര്യവും വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ കലണ്ടറിൽ അവർക്ക് ഈ ഒരു കലണ്ടർ ഇയറിൽ അവർക്ക് ഒരുപാട് മത്സരങ്ങൾ ഓസ്ട്രേലിയക്ക് ഇനിയും കളിക്കേണ്ടതുണ്ട്. സോ പരിക്കിൽ നിന്ന് മുക്തനായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ താരം. അതുകൊണ്ട് കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തെ കളിപ്പിക്കേണ്ടതില്ല, IPL കളിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് അവർ പോകുന്നു. സോ ഇൻ ഡൗട്ട് എന്ന കാറ്റഗറിയിൽ ജോഷ് ഹേസൽവുഡ്. അപ്പോൾ ഈ രണ്ട് താരങ്ങളുടെ അവൈലബിലിറ്റിയുടെ കാര്യത്തിലാണ് പ്രശ്നങ്ങളുള്ളൂ. ബാക്കി താരങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. ഏതായാലും ഇപ്പോൾ നമ്മൾ RCBയുടെ ഒരു ബെസ്റ്റ് 11 നമ്മൾ നോക്കുകയാണെങ്കിൽ അതിങ്ങനെയായിരിക്കും. വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, അവർ രണ്ടുപേരും കൂടി ഓപ്പൺ ചെയ്താൽ പിന്നാലെ ദേവദത്ത് പടിക്കൽ, രജത് പട്ടീദാർ, ജിതേഷ് ശർമ്മ, ജേക്കബ് ബെത്തൽ, പിന്നെ ടിം ഡേവിഡോ, റൊമാരിയോ ഷെഫേഡോ, ഒരാൾ കളിക്കും നമ്പർ 7. അതിനുശേഷം കൃണാൽ പാണ്ഡ്യ അറ്റ് നമ്പർ 8, ഭുവനേശ്വർ കുമാർ, സുയാഷ് ശർമ്മ, ജേക്കബ് ഡഫി. ജോഷ് ഹേസൽവുഡ് ഇല്ലാത്തതുകൊണ്ട് ജേക്കബ് ഡഫി കളിക്കും. അതുപോലെ മങ്കേഷ് യാദവിനെ നമ്പർ 12 ആയിട്ട് നമ്മൾ കാണണം, ഇമ്പാക്റ്റ് പ്ലെയറായിട്ട്. ഇതിലാരെങ്കിലുമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ മാറ്റി കളിപ്പിക്കും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 11 അല്ലെങ്കിൽ 12. അപ്പോൾ അങ്ങനെ പറയണമല്ലോ, IPL ആകുമ്പോൾ ഇമ്പാക്റ്റ് പ്ലെയർ ഉള്ളതുകൊണ്ട് 12 എന്ന് പറയണം. അപ്പോൾ ഇതാണ് RCBയുടെ ഒരു കാര്യം. ഏതായാലും ഉദ്ഘാടന മത്സരത്തിൽ RCB SRHനെതിരെ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ തവണത്തെ ഇഷ്യൂസ് എല്ലാവർക്കും അറിയാമല്ലോ. ടീം വിജയിച്ചതിന് ശേഷം അവരുടെ ഒരു പ്രോഗ്രാമിൽ വലിയൊരു സ്റ്റാമ്പേഡ് ഉണ്ടാവുകയും ആളുകൾ മരണപ്പെടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ആ ആളുകൾക്ക് ഒരു ആദരം എന്ന രൂപത്തിൽ 11 സീറ്റുകൾ ഒഴിച്ചിടും എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അതൊരു നിരാശാജനകമായ, വല്ലാത്ത സങ്കടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അതിനെ തുടർന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളി നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറി അവിടെ കളിക്കാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. ഉദ്ഘാടന മത്സരം ബംഗളൂരിൽ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.